നമ്മുടെ മാമലക്കണ്ടം സ്കൂളുള്ളത്. ആ സ്കൂളിൻ്റെ ബാക്കിൽ ഒരു വെള്ളച്ചാട്ടം കണ്ട അതിൻ്റെ ആ സൈഡിലാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത്. ഈ സ്കൂളും പരിസരമൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ചേർന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ഒരു അടിപൊളി സ്ഥലമാണ് ഗോൾഡൻ റോക്ക് എന്ന ഈ ഹോം സ്റ്റേ. വലിയൊരു മലയുടെ പൊക്കത്താണ് ഈ ഹോം സ്റ്റേ. നല്ല സൂപ്പറാണ് കേട്ടോ. ഇത്തിരി കോടയും കൂടെ ഉണ്ടാച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അടിപൊളിയായിരിക്കും. നല്ല മഴയത്തൊക്കെ നല്ല സൗണ്ട് ആയിക്കുള്ളൂ. വെള്ളത്തിൻ്റെ ഒരു കുത്തിച്ചാട്ടമൊക്കെ കേൾക്കാന്ന് പറയണം. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ മാമലക്കണ്ടം സ്കൂളിൻ്റെ ബാക്കിലാണ് ഈ ഹോം സ്റ്റേ. ഇത് ഡ്രസ്സൊക്കെ മാറി പൂളിലേക്ക് എടുത്ത് ചാടിയേക്കണേണ്ട. പിന്നെ അടിപൊളി വൈബായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, എന്നെ മുക്കല്ലേ എന്ന്. കാരണം വിശ്വസിക്കാൻ പറ്റില്ലേ, ആ മച്ചിൻ്റെ അവിടെ ആ ബെഡിട്ട് അങ്ങനെ ഉണ്ടാ. ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. ഭയങ്കര വൈബാണ് ഇവിടെ. എ സി ഒന്നും ആവശ്യമില്ല. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇതൊരു വ്യൂ പോയിൻ്റുള്ള റൂമാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാം. ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തിയേട്ടാ. വെള്ളച്ചാട്ടത്തിൽ കുളിക്കണ്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന ഞാൻ ഈ വൈബ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ആകെ മൈൻഡ് സെറ്റ് അങ്ങ് മാറി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരാഗ്രഹം, അധികം ആഴമില്ലാത്തതുകൊണ്ട് വെള്ളത്തിലൊന്ന് ഇറങ്ങിയാലോ എന്ന്. അപ്പോൾ ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ വന്നെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒഴുകിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. സ്വിമ്മിംഗ് പൂൾ പോലെ ഇരിക്കണതാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. ടീമേ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മളിന്ന് എവിടെ പോണത്? മാമലക്കണ്ടം വഴി മൂന്നാർ പോവാ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി താര പറയണം മൂന്നാർ പോകണമെന്ന്. ഒരുമിച്ച് മൂന്നാർ പോകാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് 4 ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മൂന്നാർ പോകണേട്ടാ. മാമലക്കണ്ടത്തെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ മൂന്നാർ പോകും. അപ്പോൾ 4 ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ കളിക്കൂട്ടുകാരാണ് കേട്ടോ. അവരുടെ ഫാമിലിയും വൈഫും കുട്ടികളും എല്ലാവരുമായിട്ടാണ് പോണത് അല്ലേ. കൂടെ ഞങ്ങൾ. അപ്പോൾ താര ആദ്യമായിട്ടാണ് കല്യാണത്തിന് കണ്ടേനെ ഇവരെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ ഇന്ന് എല്ലാവരെയും പരിചയപ്പെടാനും നല്ല അടിപൊളി ടൂറായിട്ട് മാറും അല്ലേ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണേണ്ട. ഒരു വണ്ടിയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 11 പേര് പോണ വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണത്. സാധാരണ ടൂർ പോണ പോലത്തെ ഒരു വീഡിയോ ഉണ്ട്, സാധാരണക്കാരുടെ ടൂറ്. അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടെ അല്ലേ. താരത്ത് ടൂർ പോയിട്ടുണ്ട് ഇതുപോലെയൊക്കെ? പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥയും ടൂറിൻ്റെ കഥയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഈ ബ്ലോഗ് ഇങ്ങനെ പോകും. അങ്ങയുടെ രാജ്യപ്പെട്ടത് അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നുണ്ടാകാനും ഇന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്കുന്നത്. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത്. ഞങ്ങളുടെ ബലവന്തിൽപ്പെട്ടത് തിരികെ ഞങ്ങൾ രക്ഷിക്കുന്നു. യേശുവേ, ഇതിൽ ഇന്നത്തെ ദിവസം അങ്ങ് അനുഭവിച്ചിട്ടുള്ള യാത്ര ഇതുപോലെയാണ്. ഈ യാത്രയിൽ അങ്ങ് സംരക്ഷിക്കാൻ കാവലുമായിരിക്കണം. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഹായ്, ഹലോ, ഹായ്. ചെറിയേട്ടാ, ഇത് നമ്മുടെ ജീവൻ, ഇത് ജിനു. 4 ഫാമിലി ആയില്ലേ? എന്റെ മകനും വൈഫും അവന് പാടില്ല, പാടില്ലാത്തോണ്ട് വൈഫ് വന്നില്ല. എവിടെ ഇരിക്കാം? ഹലോ, അവിടെ ഇരുന്നോ. പേര് പറ. ഏഞ്ചൽ. കൂടെ ഇരുന്നോ? ജീവന്റെ വൈഫാണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മളൊരു ട്രിപ്പ് പോണേണ്. എന്താണ്, ഡ്രൈവർ എന്റെ പപ്പയാണ്. മാമലക്കണ്ടമാണ് പോണത്. എന്റെ പപ്പ നല്ല സുന്ദരനാണ്. പിന്നെ എന്റെ പപ്പ എന്താണ് ബെൻസ് മാത്രമാണ് ഓടിക്കാറുള്ളത്. ഫസ്റ്റ് ടൈം ആണ് ഇത് ഓടിക്കണം. അപ്പൊ ആദ്യം കുറച്ച് സ്ലോ ആയിരിക്കും, പിന്നെ കുറച്ച് സ്പീഡ് ആയിക്കോളും. അപ്പൊ നമ്മളൊരു ഗെയിം കളിക്കാൻ പോണയാണ്. അപ്പൊ എല്ലാരുടെ അടുത്തും ഓരോരോ. അപ്പൊ ഇത് ജിനുവിന്റെ അടുത്ത് ചോദിക്കും. പേരെന്താ? പിന്നു പേരുണ്ടാ? ചോദിക്കാം, അവിടെ തന്നെ ചോദിക്കല്ലോ. എന്റെ വീട്ടില് പിന്നൂന്ന പേരിട്ടത്. ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? രാവിലെ എന്താ കഴിച്ച? പപ്പടം. എന്താണ് പിന്നെ എത്ര വയസ്സായി? എനിക്ക് 16. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ? പപ്പ, പമ്മി. പെറ്റുണ്ട്. പെറ്റുണ്ട്. പെറ്റിന്റെ പേര് പറ. പെറ്റിന്റെ പേര് പപ്പു. ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, തോപ്പിക്കണം. ഏത് വണ്ടിക്കാ പോണ ഇപ്പൊ? ഇത് നമ്മളൊരു പാട്ട വണ്ടി. അപ്പൊ ജയിച്ചിരിക്കും. അടുത്ത ആളിലേക്ക് പോവാ. ഞാൻ ജയിച്ചു. പേരെന്താ? പേര്
താമരൻ. അത് പോയി താമരൻ. താമരണ്ട് താമരനുണ്ട്. ചോദിക്ക്. എത്ര വയസ്സായി? തോറ്റു അടുത്തതിലേക്ക് അടുത്തത്. പേരെന്താ? അമ്മു. എത്ര വയസ്സായി? 60. രാവിലെ എന്താ കഴിച്ച? അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ അച്ഛൻ. എന്താണ് പെറ്റുണ്ടാ? പെറ്റേ ഉണ്ട്. പെറ്റിന്റെ പേരെന്താ? അപ്പു. ഇപ്പൊ നമ്മ എവിടെയൊക്കെ പോണേന്ന് ചോദിക്ക്. ഇപ്പൊ എവിടേക്കാ പോണ? ഇപ്പൊ നമ്മള് മാമലക്കണ്ടത്ത്. സാറ് ചേച്ചി റാ കൊടുക്ക. എത്ര വയസ്സായി? എത്ര വയസ്സായെന്ന്? 3. രാവിലെ എന്താ കഴിച്ച? രാവിലെ മഞ്ച്. നമ്മളെങ്ങോട്ടാ പോണ? നമ്മള് മാംഗ്ലൂർക്ക്. ബസ്സിന്റെ കുടി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മമ്മി പപ്പ. രാവിലെ എന്തൊക്കെയാ കഴിച്ചു? പോയി ആ പോയി. പേരെന്താ? ഇതൾ. എത്ര വയസ്സായി? 20. രാവിലെ എന്താ കഴിച്ച? ഇടിയപ്പം. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇച്ചായൻ, ഇച്ചാപ്പി. ചേച്ചി ഇല്ല അവിടെ പേര് ഇത് കൊടുക്ക്. ഈ കൊടുക്ക്. പൂ കൊടുക്ക്. പേരെന്താ? ഊഹാൻ. എത്ര വയസ്സായി? 1 2 3 4 5. അപ്പൊ കൊച്ചിനോട് ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ താ വെച്ച് പറഞ്ഞിട്ടില്ലല്ല. കാ വെച്ച് പറയാ. എന്താ പേര്? ഇഷ്ടപ്പെട്ട 2 സിനിമ പറഞ്ഞേ. കാഴ്ച ബംഗ്ലാവ് അങ്ങനെ ഉണ്ടോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് കാക്കയുണ്ട്. ഇഷ്ടപ്പെട്ട 2 വണ്ടി പറഞ്ഞേ. ഇഷ്ടപ്പെട്ട കാറ് എന്താണ്? വലിയ കാറ് വലുത്. ഇഷ്ടപ്പെട്ട നടിയാ? കായാമോഹിനി. കാവ്യ എന്താണ്? കാവ്യമാധവൻ. ഇഷ്ടപ്പെട്ട നടൻ? ഇഷ്ടപ്പെട്ട നടനാ? 1 2 3. കോക്കല്ലാൽ. തോറ്റു. എന്റെ അച്ഛനോട് ചോദിക്കാം. അച്ഛനോട് ചോദിക്കാം. അപ്പ വാ മൈക്ക് വെച്ചോട്. അപ്പ മലയാളിയല്ലേ? അമ്മ. പേരെന്താ? പേരെന്താ? പാവച്ചൻ പറ. പേരെന്താ? വാസന്തൻ. വാസന്തൻ. എത്ര വയസ്സായി? ഇല്ല, തോറ്റു. തോറ്റുപോയി. കൊച്ചു ആ കൊടുക്ക. പേരെന്താ? പിടിക്ക. എന്നോട് ചോദിക്ക്. പിടിക്ക്. പേരെന്താ? ലെവൻ. ആ എത്ര വയസ്സായി? ലണ്ടനിൽ പോയപ്പോ 6 വയസ്സ്. അങ്ങനെയൊക്കെ പറയാമോ? ഏത് സ്കൂളിലാ പഠിച്ച? ഞാൻ സെന്റ് ലാവണ്ടേഴ്സ്. ആരൊക്കെ തോറ്റ ആൾക്കാര്? കൈവക്ക്. തോറ്റ ആൾക്കാര്. ഞാൻ ജയിച്ചു.
അപ്പൊ ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഏഞ്ചലിനോട് ഞാൻ ചോദ്യം, ഞാനൊരു 1 മിനിറ്റ് കൊണ്ട് ഏഞ്ചലിനെ കൊണ്ട് ഇല്ല എന്ന് പറയിപ്പിക്കും. ഇന്നെന്ന് പറയിപ്പിക്കും. ഇല്ല. ഇപ്പൊ ഞാനൊരു കഥ പറയാം. ഒരു പുതിയ വീട്, പുതിയ വീട്ടിലെ വീട് പൂട്ടിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാം പുറത്തു പോയി. ഇതുപോലെ ടൂറ് പോയി. വന്നപ്പോഴേ 2 ഡോറും തുറന്നിട്ടേക്കണ്. ഏഞ്ചൽ ഇത് കേട്ടേന്ന് തോന്നാൻ കേട്ടണ്ട? സോമന് കൂടെ അപ്പൊ ഏഞ്ചൽ ജയിച്ചിരിക്കണ ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കണത് ആന ചാടിക്കുത്തെന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്ന് കുളിക്കണത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം വെള്ളച്ചാട്ടം ഇങ്ങനെ അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. താരക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തിയേട്ടാ. ഭയങ്കര ഒരു ഇറക്കമാണ് അങ്ങോട്ട്. അപ്പോൾ ഗൂഗിളിൽ അടിച്ചാൽ മതി, ആനചാടിക്കുത്തെന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു തരും. ഒത്തിരി ഫാമിലി, ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമുണ്ടാ. അടിപൊളി വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കണ്ടെന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും കവറും അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ലോക്കറൊക്കെ ഉണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാനും മൊബൈലൊക്കെ വെക്കാനൊക്കെ. അപ്പോൾ താര പറഞ്ഞ് താര കുളിക്കുന്നില്ല, റിസോർട്ടിലെത്തിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാമെന്ന് പറഞ്ഞു. വെള്ളച്ചാട്ടത്തിൽ കുളിക്കണ്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന ഞാൻ ഈ വൈബ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ആകെ മൈൻഡ് സെറ്റ് അങ്ങ് മാറി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരാഗ്രഹം, അധികം ആഴമില്ലാത്തതുകൊണ്ട് വെള്ളത്തിലൊന്ന് ഇറങ്ങിയാലോ എന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് അതിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഞാനും ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ കൊച്ചു പിള്ളേരടക്കം ഇറങ്ങിയേക്കണത് താരയെന്ന് പറഞ്ഞു. അപ്പോൾ താര ഇങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ, പക്ഷെ നല്ല ഫ്രഷ് വെള്ളമാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേരളം മൊത്തം സഞ്ചരിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇടദിവസം കൊണ്ടാണ് വന്നേക്കണത്. ശനി ഞായറൊക്കെയാണ് ഭയങ്കര ആളായിരിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഇടദിവസമായിട്ട് ആൾ കുറവുണ്ട്, എന്നാലും അടിപൊളിയാണ്. അപ്പോൾ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടൊക്കെ വന്നെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒഴുകിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, സ്വിമ്മിംഗ് പൂൾ പോലെ ഇരിക്കണതാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്, അടിപൊളിയാണ് കേട്ടോ. എങ്ങനെയുണ്ടായി താരാ? ഒന്നും പറയാനില്ല, അടിപൊളി വൈബാണ് കേട്ടോ. ഞങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വൈബ് അടിക്കുന്നത് ഞങ്ങളുടെ കൂടെ വന്നുള്ള കുട്ടികളാണ് കേട്ടോ, അല്ലേ ചേട്ടാ? കുട്ടികൾ അടിപൊളിയാണോ വെച്ചാൽ കുട്ടികൾക്ക് ഒരു പേടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ടെങ്കിലും കുട്ടികൾക്കൊരു പേടിയില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. താരക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കാണ്ട് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് പയ്യെ പയ്യെ വന്ന് എന്നാലും എനിക്ക് ഭയങ്കര ആ ഒരു ഫോഴ്സ് വരുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ തോന്നി. എന്നാലും അടിപൊളിയല്ലേ? എന്നാലും അടിപൊളിയായിരുന്നു. ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് നല്ല ക്ലിയറുമാണ്. ഇത് കണ്ട നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് എൻജോയ് ചെയ്യണത്. വെള്ളച്ചാട്ടം പലതും ഞാൻ കണ്ടിട്ടുണ്ട്, അതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് സേഫായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടം ആനചാടിക്കുത്ത് തന്നെയാണ്. നമ്മൾ ഇത്ര നാളായിട്ട് ഇങ്ങനെ ഇത് കാണാതെ പോയല്ലേ. ഞാൻ റീലിൽ പോലും കണ്ടിട്ടില്ല ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. പിന്നെ മുതിർന്നവർക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ, കാരണം അധികം ഒഴുക്കില്ല. താര ശരിക്കും എൻജോയ് ചെയ്തട്ടാ. ഞങ്ങൾ 2-3 റിസോർട്ടിലൊക്കെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എൻജോയ് ചെയ്യണത് കാണുന്നത് ആദ്യമായിട്ട് താര. അപ്പോൾ താരയുടെ വീട്ടിൽ പോകുമ്പോഴേ തോടുണ്ട് അവിടെ. അപ്പോൾ തോട്ടിൽ പോയിട്ട് ഞങ്ങൾ തുണിയൊക്കെ കഴുകി ഇതുപോലെ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര വൈബൊന്നും ഇല്ല അവിടെ, ഒരു നാട്ടിൻ പ്രദേശമായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള വൈബ് ഉണ്ട്. എന്നാലും അവിടെ വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇത് ഭയങ്കര അതിശയമായിപ്പോയി എനിക്ക്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കുളിക്കാത്തതാണ്. അപ്പോൾ കുളിക്കാത്തതിൻ്റെ പേടിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും റീൽസ് എടുക്കണ തിരക്കായിരുന്നു കേട്ടോ. ഈ റീൽസൊക്കെ ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നതാണ് കേട്ടോ. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് റീൽസൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ശരിക്കും 1 ഡേ ടൂറിൻ്റെ ആ തുടക്കം ഇവിടെ നിന്നാണ്. ആനചാടിക്കുത്ത് നിന്ന് നേരെ ഞങ്ങളിനി റിസോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഭയങ്കര വൈബായി. ആദ്യം റിസോർട്ടിൽ വന്നിട്ട് കുളിക്കാൻ ഈ പറഞ്ഞ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വൈബ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ വെള്ളച്ചാട്ടവും കണ്ട് വരുന്ന വഴിയിൽ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. അപ്പം ബാക്കിയുള്ളവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ പതുക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ കാണാൻ. സൂപ്പറാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് റീൽസും ഞങ്ങളായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടാ. അപ്പോൾ വെള്ളച്ചാട്ടം നമ്മൾ കണ്ട് നേരെ കയറി വരുമ്പോഴാണ് വ്യൂ പോയിന്റ് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലേക്കുള്ള പോക്കാണ്. ഈ പാലം എല്ലാവർക്കും അറിയാവുന്ന പാലമുണ്ട്. നമ്മുടെ നേര്യമംഗലം പാലമുണ്ട്. മൂന്നാറിൽ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാലമാണ്. ഈ പാലം കടന്നു പോകണം നമുക്ക് മൂന്നാറേക്ക് പോകാൻ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ കയറ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാറല്ല പോണത്, നേരെ നമ്മുടെ 6 മൈൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ. മാമലക്കണ്ടം സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ
ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലൂടെ ചുരം കയറിയിട്ടാണ് നമ്മുടെ മാമലക്കണ്ട് സ്കൂളുള്ളത്. ആ സ്കൂളിൻ്റെ ബാക്കിൽ ഒരു വെള്ളച്ചാട്ടം കണ്ട അതിൻ്റെ ആ സൈഡിലാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത്. ഈ സ്കൂളും പരിസരമൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കയറ്റം കയറിയിട്ട് നമ്മുടെ ഹോം സ്റ്റേ എത്താറായിട്ടാ. വണ്ടി ഓടിക്കുന്നത് ആരാന്നറിയാമോ? നമ്മുടെ കൂട്ടുകാരൻ ജെറിയാണ് കേട്ടാ. പുള്ളി അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചിട്ടാ. ഞാൻ ജെറി ഇത്രയും വലിയ വണ്ടി ഓടിക്കണം ആദ്യമായിട്ട് തന്നെ. എല്ലാത്തരം വണ്ടി ഓടിക്കും, ചെറുപ്പം തുടങ്ങിയ വണ്ടി ഭ്രാന്തനാണ് അവൻ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ ട്രാവൽസിൽ നിന്നാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. ആ നമ്പർ ഇവിടെ വെക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഏത് മോഡലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഈവനിങ് സമയത്താണ് എത്തിയേക്കണത്. ശരിക്കും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മഴയില്ലാത്ത ദിവസമാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും മഴ പെയ്യണേ, ഇന്ന് മഴയില്ല. മഴയുണ്ടെങ്കിൽ ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ വേറെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഹോം സ്റ്റേയുടെ. എപ്പോഴും ഒരു കോടയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ചേർന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായൊരു അടിപൊളി സ്ഥലമാണ് ഗോൾഡൻ റോക്ക് എന്ന ഈ ഹോം സ്റ്റേ. വലിയൊരു മലയുടെ പൊക്കത്താണ് ഈ ഹോം സ്റ്റേ. അതുകൊണ്ട് ഭയങ്കര വൈബാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ആ ഫ്രണ്ടിലൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊന്നും ഇങ്ങനത്തെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. നല്ല സൈലൻ്റ് ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്നിവിടെ അടിച്ചങ്ങോട്ട് പൊളിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ 4 റൂമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാറിനെ ഭയങ്കര ക്ഷീണമാണ് എല്ലാവർക്കും. അപ്പോൾ ലഗേജൊക്കെ എല്ലാവരും അവരവരുടെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുളിക്കാറങ്ങാൻ വേണ്ടി പോണേണ്ട സ്വിമ്മിംഗ് പൂളിൽ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 10-15 പേര് വന്നാലും കൂട്ടുകാരും ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കിടന്ന് ഉറങ്ങാം കേട്ടോ. പിന്നെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇവിടുത്തെ ടീം പോവും. പിന്നെ നമ്മളാണ് ഈ ഹോം സ്റ്റേ നോക്കേണ്ടത്. ഒരു ഫുഡ് തരാനും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അടിപൊളിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ റൂം കയറി കാണണേ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള റൂം ഓരോ ഫാമിലി എടുക്കാൻ വേണ്ടി പറയും. ഞങ്ങൾ താഴെ എടുത്തേക്കണേ കേട്ടോ. ജിനും ഫാമിലിയൊക്കെയാണ് മേലിലെടുത്തേക്കണത്. അപ്പോൾ എല്ലാവരും റൂം കയറി കാണലാണ് ആദ്യം. അപ്പോൾ നൈറ്റ് ഭയങ്കര രസമാണ് കാണാൻ, ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഏറ്റവും മേലൊരു തട്ടും പുറത്തൊരു റൂമുണ്ട് ഇതിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതിൽ നിന്ന് നേരെ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഏറ്റവും മച്ചിൻ്റെ അവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ റൂം കുട്ടികളെല്ലാവരും കൂടി അവിടെ കിടക്കാമെന്ന് പറഞ്ഞ് ആ സ്റ്റെയർ കേസ് കണ്ട അത് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മച്ചാണ് അവിടെ. ആ മച്ചിൻ്റെ അവിടെ ആ ബെഡിട്ട് അങ്ങനെ ഉണ്ടാ. ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. ഭയങ്കര വൈബാണ് ഇവിടെ. AC ഒന്നും ആവശ്യമില്ല, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇതൊരു വ്യൂ പോയിൻ്റുള്ള റൂമാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാം. അടിപൊളിയല്ലേ? അപ്പോൾ ഏതായാലും നിങ്ങൾ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടൊക്കെ ഹോം സ്റ്റേയിൽ സൈലൻ്റായിട്ട് ഇരിക്കുന്ന ഏരിയയിൽ പോകണ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഹോം സ്റ്റേ തിരഞ്ഞെടുക്കുക. സൂപ്പർ വൈബാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ 4 ഫാമിലിയാണ് വന്നേക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ട റൂമൊക്കെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി പൂളിലേക്ക് എടുത്ത് ചാടിയേക്കണേ കേട്ടോ. ഇനി നമ്മൾ പൂളിലുള്ള കുളിയാണ് കേട്ടോ. രാവിലെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചെങ്കിലും അപ്പോൾ നമ്മൾ ഈ ഹോം സ്റ്റേയിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അപ്പോൾ എത്ര പേര് വന്നാലും നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. വെള്ളമൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ഒത്തിരി സമയം കുളിച്ചിട്ടാ. പിന്നെ ഞങ്ങൾ നീന്തൽ മത്സരവും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളി വൈബായിരുന്നു. നല്ല കോമഡി, നല്ല കുറേ നാളായിട്ട് ഇങ്ങനൊരു എൻജോയ്മെൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. കളിക്കൂട്ടുകാരായിട്ട് ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴൊക്കെ കൂടുന്നത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ടൂർ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരും പൂളിൽ ഇറങ്ങാതിരുന്നില്ല കേട്ടോ. വന്നവരെല്ലാവരും തന്നെ പൂളിലെടുത്ത് ചാടിയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ചില നമ്മൾ റിസോർട്ടിലോ ഹോം സ്റ്റേയിലൊക്കെ പോകുമ്പോൾ പകുതി പേര് ആ പൂളിൽ ഇറങ്ങുള്ളൂ. അപ്പോൾ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. എല്ലാവരും ചാടി ഇറങ്ങുമ്പോഴാണ് ആ ഒരു വൈബ് കിട്ടുള്ളൂ. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പൂളി കുളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ ചേട്ടൻ എന്നെ വെള്ളത്തിൽ പിടിച്ച് മുക്കിയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ആദ്യം ഞാനൊന്ന് മടിച്ചു വിട്ടു ഇറങ്ങാൻ വേണ്ടി. പിന്നെ എല്ലാവരും അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാനും കൂടി പതുക്കെ ഇറങ്ങി. പിന്നെ അടിപൊളി വൈബായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, എന്നെ മുക്കല്ലേ എന്ന്. കാരണം വിശ്വസിക്കാൻ പറ്റില്ലേ. അപ്പോൾ എന്നെ നീന്തൽ പഠിപ്പിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പോകാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള റിസോർട്ടിനെ പോലെ അല്ല കേട്ടോ. നമുക്ക് പ്രൈവറ്റായിട്ട് സ്വിമ്മിംഗ് പൂളിൽ എത്ര നേരം വേണമെങ്കിലും കുളിക്കാം കേട്ടോ. കാരണം വേറെ ആരും ഇല്ല അവിടെ. നമ്മളറിയുന്ന ആൾക്കാർ മാത്രമുള്ളപ്പോൾ നമുക്കൊരു 1.5 വൈബ് തന്നെ ആയിക്കോളൂ. അങ്ങനെ ചുരുക്കം റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മെനു കാർഡൊക്കെ അയച്ചു തരും ഫുഡിൻ്റെ. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ഫുഡൊക്കെ ഉണ്ട് ഇതൊക്കെ. ഓൾറെഡി ഞങ്ങൾ ഉച്ചയ്ക്ക് വൈകിയാണ് കഴിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അധികം ഫുഡൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് ഫുഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വഴി
മെനുവിൽ ഒരുപാട് ഫുഡുണ്ട്. പിന്നെ നമുക്ക് പാട്ടൊക്കെ കേൾക്കാനൊക്കെ ഉള്ള സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്കില്ല കേട്ടോ ഇവിടെ. മൈക്ക് നമ്മൾ കൊണ്ടുവന്നാലേ പാട്ട് പാടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു അടിപൊളി കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ നേരെ ചായ ഇടണേ കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വലിയ കിച്ചൺ ആയതുകൊണ്ട് എല്ലാത്തരം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാനാണെങ്കിൽ ഇവിടെ അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുക്ക് ചെയ്തൊന്നുമില്ല, കുക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. ഞങ്ങൾ ആകെ ഇവിടെ ഒന്ന് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നേരം ചായ തിളപ്പിച്ച് കുടിച്ച്. ബാക്കി ഗ്രില്ലടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് എടുത്ത് പറയേണ്ടത്. ഭയങ്കര നീറ്റാണ് ഇവിടെ. അപ്പോൾ ഫുഡിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ കട്ടൻ ചായയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ ഇടാനുള്ള ചായപ്പൊടിയും പഞ്ചസാരയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കിച്ചണിലുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണേണ്. നൈറ്റ് ആയതുകൊണ്ട് ഫുഡ് ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ഒരുപാട് ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യും. സംഭവം വരാൻ നേരത്ത് കഴിക്കാനും പറ്റില്ല, ലാസ്റ്റ് എല്ലാം കൂടി വേസ്റ്റ് ആവും. സാധാരണ ടൂർ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണത്. ഒത്തിരി അങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യും, ലാസ്റ്റ് ആരും കഴിക്കുകയുമില്ല. അപ്പോൾ നൈറ്റ് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെനു കാർഡിൽ നോക്കിയിട്ട് നാടൻ ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ റോസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി പിന്നെ ചെറിയ ഗെയിമൊക്കെ കളിച്ച് പിന്നെ പുറത്തു പോയി ഊഞ്ഞാലൊക്കെ ആടി നൈറ്റ് വൈബൊക്കെ കണ്ട് നേരെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോണേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും ഉറക്കത്തിലുള്ള പരിപാടിയിലാണ് ഇനി. അപ്പോൾ നേരം വെളുത്തട്ടാ. നേരം വെളുത്തരുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണാനായിട്ട് ഇത്തിരി കൂടി ഭംഗിയായിട്ടാ. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. മലയും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നിന്ന് നേരെ കാണണ്ട. അത് വലിയൊരു മലയാണത്. മഴയുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി വൈബായിരിക്കും, ഇത്തിരി കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങും. ഞാനിപ്പോൾ ഒരു 6 മണിക്ക് എണീറ്റേട്ടാ. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഹോം സ്റ്റേയിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ ഹോം സ്റ്റേയുടെ ബാക്കിൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത്തിരി കോടയും കൂടി ഉണ്ടാച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അടിപൊളിയായിരിക്കും. നല്ല മഴയത്തൊക്കെ നല്ല സൗണ്ട് ആയിക്കുള്ളൂ. വെള്ളത്തിൻ്റെ ഒരു കുത്തിച്ചാട്ടമൊക്കെ കേൾക്കാമെന്ന് പറയണം. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ മാമലക്കണ്ടം സ്കൂളിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ ഹോം സ്റ്റേ. ഏതായാലും വന്നത് മുതലായി. അന്ന് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാം. ഭയങ്കര സൈലൻ്റ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ തന്നെ പതിവ് പോലെ തന്നെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം താരയും ഞാനൊന്നും ഇറങ്ങുന്നില്ല. പകുതി പേര് മാത്രമാണ് രാവിലെ കുളിക്കാൻ ഇറങ്ങിയേക്കുന്നത്. കുട്ടികളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുളിക്കണമെന്നുള്ള മൈൻഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു മടി. ഈ വരുന്ന ഞങ്ങളുടെ ടൂറിൻ്റെ ഏറ്റവും വലിയ സ്റ്റാറാണ് കേട്ടോ ജെറിയാണ് ഞങ്ങളുടെ വണ്ടി ഓടിക്കണത്. ശരിക്കും ഒരു ഡ്രൈവറൊന്നും അല്ല കേട്ടോ, കൂട്ടുകാരായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് പുള്ളിയുടെ കൂട്ടുകാരൻ്റെ ട്രാവൽസിൻ്റെ വണ്ടി എടുത്തിട്ടാ. നടന്നു വരുമ്പോൾ അവർക്ക് ഇത് വന്ന് ഇരിക്കാൻ വേണ്ടി ഓർക്കും. നേരെ കണ്ണാടിയും വെച്ചിട്ട് എങ്ങോട്ടാണ് പൂളിലേക്ക് അടയേക്കുന്നത്. ഭയങ്കര മൈൻഡാണ് കേട്ടോ. അടിപൊളിയായില്ലേ. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും അതുപോലെ തന്നെ പുട്ടും കടലയായിരുന്നു കേട്ടോ. കൂടെ മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. ഇതൊരു കോംപ്ലിമെൻ്റ് ആണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നൈറ്റ് കഴിച്ചതിൽ നമുക്ക് പൈസ ഈടാക്കും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ നേരെ ഞങ്ങളൊരു 11:30 മണിയാകുമ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ മൂന്നാർ പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് മൂന്നാർ പോയില്ല. മൂന്നാർ പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിവിടേക്ക് വന്നത്. പക്ഷെ മൂന്നാർ പോകാനും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ടൂറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മൂന്നാറാകുമ്പോൾ അടുത്ത ട്രിപ്പ് പോകും. അപ്പോൾ നമ്മുടെ മാമലക്കണ്ടത്ത് വന്ന് അടിച്ചു പൊളിച്ചേക്കണേ ഉണ്ടാ. ഗോൾഡൻ റോക്കുന്ന റിസോർട്ടാണ്, അല്ലെങ്കിൽ ഹോം സ്റ്റേ ആണിത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. താരം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ അത് കണ്ടിട്ടാണ് വന്നത്. അതിൻ്റെ നേരെ ബാക്കിലാണ്. ഈ അടുത്ത് ഇങ്ങനത്തെ ഒരു അല്ലേ ഹോം സ്റ്റേ ഇല്ല ഇവിടെ. വേറെ പരിസരത്ത് വേറെ വീടുകളും ഇല്ല. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നേച്ചറായിട്ട് സിങ്ക് ചെയ്ത് നല്ല രസമായിട്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ലായിരുന്നു, നല്ലതായിരുന്നു. എന്താ പറയാനുള്ള? തൊട്ടു പുറകെ തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി അതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിട്ട് കിടന്നുറങ്ങാം. സൂപ്പറായിരുന്നു, നല്ലായിരുന്നു. അടിപൊളിയായിരുന്നില്ലേ? സ്വിമ്മിംഗ് പൂൾ എങ്ങനെയുണ്ട്? സ്വിമ്മിംഗ് പൂളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫാമിലി മാത്രമല്ല, ഈ 10-20 പേരൊക്കെ വന്നാലും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വൈബായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി രാത്രി കളികളും പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത്. നമ്മൾ 12-1 മണിയൊക്കെ കിടന്നപ്പോൾ മൊത്തം രാത്രി പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വെറൈറ്റി സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാമലക്കണ്ടം ചൂസ് ചെയ്യാം. അവർ റൂട്ടെന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ നേരെ മൂവാറ്റുപുഴ, കഴിഞ്ഞ് കോതമംഗലം,
അത് കഴിഞ്ഞ് നേര്യമംഗലം കഴിഞ്ഞ് മൂന്നാർ റൂട്ടിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി 8 കിലോമീറ്റർ നേരെ മാമലക്കണ്ടം സ്കൂളിൽ അവിടെ വരിക. അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയുള്ള വഴി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ റിസോർട്ട്. ഹോം സ്റ്റേയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വിളിച്ച് കഴിഞ്ഞാൽ ലൊക്കേഷനൊക്കെ ഇട്ടുതരും. എന്താ പറയുള്ളത് ആരൊക്കെ? തീർച്ചയായിട്ടും നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വിളിക്കാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട്